ഹായ് ഗൈസ്, എല്ലാവരും കണ്ടില്ലേ? ഏതേ കിടക്കുന്നു. ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പൂച്ചക്കുട്ടീനെ. പൂച്ചക്കുട്ടിയൊന്നുമല്ല കേട്ടോ, വലിയ പൂച്ചയാണ് കേട്ടോ. ഈ പൂച്ചക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പൂച്ചക്കുട്ടി എന്ന് ഞാൻ പറയുന്നു എങ്കിലും ഒരു പൂച്ചക്കുട്ടിയല്ല, ഇത് ഇത്തിരി വലിയ പൂച്ചയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പൂച്ചയല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല. ഞങ്ങളുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ വഴിയുണ്ട്, ആ വഴിയിൽ കൂടെയാണ് ഈ പൂച്ച വരുന്നത് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴേ ഈ പൂച്ചയുടെ വീട്ടിലെ 2 പേര് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലാണ്, ആ മുറ്റത്താണ് വണ്ടി കൊണ്ട് വയ്ക്കുന്നത്, അവരുടെ 2 വീലർ കൊണ്ട് വയ്ക്കുന്നത്. കാരണം ഈ പൂച്ചയുടെ വീട്ടിലോട്ട് ഈ 2 വീലറൊന്നും പോകില്ല. അതുകൊണ്ട് ഈ പൂച്ച താമസിക്കുന്ന വീട്ടിലെ 2 പേര് അവരുടെ 2 വീലർ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് കൊണ്ടുവയ്ക്കുന്നത്. ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്താണ് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. അപ്പോഴ് ഈ പൂച്ച ഞങ്ങളിവിടെ വന്ന് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആ വഴിയുടെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ വന്ന് ഇരുന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് പതുക്കെയൊക്കെ വരാൻ തുടങ്ങി. ഈ പൂച്ച പതുക്കെ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇപ്പം ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കിടന്ന് ദാണ്ടേ ഉറങ്ങുകയാണ് കേട്ടോ, നല്ല രീതിയിൽ ഉറങ്ങുകയാണ് കേട്ടോ. വായൊക്കെ തുറന്നിരിക്കുന്നില്ലേ, നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാനെന്തോ ചെയ്തു, 2-3 മത്തി മീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ചിലപ്പം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നതായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അപ്പോഴിതിന് പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പച്ചവെള്ളത്തിൽ കഴുകി തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഈ പൂച്ചയ്ക്ക് മീനിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴത് കഴിക്കും. കഴിച്ചിട്ട് അത് പിന്നെ കുറച്ച് നേരം ഇവിടെ നിൽക്കും, പിന്നെ അങ്ങ് അതിൻ്റെ വീട്ടിലോട്ടങ്ങ് പോകും. കഴിച്ചതിന് ശേഷം ഉടനെ അങ്ങ് അതിൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. പിന്നെ ഇത് തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് വരാൻ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ എന്തോ ചെയ്യും, ഞങ്ങളുടെ വീട്ടിലുള്ള മീൻ ഇട്ട് കൊടുക്കും, അത് കഴിക്കും. പിന്നെ ഒരു പ്രാവശ്യം ഇതിന് ചോറ് കൊടുത്തപ്പോൾ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ വേറൊരു ദിവസം ചോറ് കൊടുത്തപ്പോൾ അത് ചോറ് കഴിച്ചില്ല, അതിന് മീൻ മതിയായിരുന്നു. മീനിട്ട് കൊടുത്തപ്പോൾ അത് മീൻ കഴിച്ചു. ഇന്ന് ഇതിന് ഒരു 4 മത്തിയാണ് ഞാൻ കൊടുത്തത്. 4 മത്തി കഴിച്ച് ആൾ താണ്ടെ മത്തടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. വായൊക്കെ തുറന്ന് കിടന്ന് പല ആംഗിളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം ഈ ആംഗിളിലാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും ഒക്കെ കിടക്കും. ഇങ്ങനെ കുറേ നേരം കിടക്കും. ഇന്നലെ ആണെങ്കിൽ ഫുൾ ടൈം ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു ഈ പൂച്ചയ്ക്ക് കേട്ടോ. എന്തുവാണെന്നറിയില്ല, പക്ഷേ ഇത് എല്ലാ ദിവസവും ഇവിടെ വരും. ഞങ്ങൾ കൊടുക്കുന്ന ആഹാരമൊക്കെ ഇത് കഴിക്കാറുണ്ട്. നല്ല വിശപ്പുണ്ട്. പക്ഷേ അവരുടെ പുറകേക്ക് ഇരുന്ന് നടക്കുന്ന കാണാം. അതായത് അവരുടെ വീട്ടുകാരൊക്കെ റോഡിലൂടെയൊക്കെ വരുമ്പോൾ ഇത് പുറകെ നടക്കുന്നതൊക്കെ കാണാം. പക്ഷേ ഇത് ആഹാരമൊന്നും കഴിക്കുന്നില്ലയോ എന്നൊരു ഡൗട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്നും. കാര്യം ഇത് ഇവിടെ വന്ന് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. എന്തുവാണെന്ന് നമുക്കറിയാൻ വയ്യ. ഇന്ന് ഞങ്ങൾ 3-4 മത്തിയൊക്കെ കൊടുത്തതിന് ശേഷം അത് കഴിച്ചിട്ടുള്ള സുഖനിദ്രയാണ് ഇത് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് സുഖനിദ്രയ്ക്ക് ശേഷം ഇത് പതുക്കെ അവരുടെ വീട്ടിലോട്ടൊക്കെ പോകും. പിന്നെ അവരുടെ വീട്ടുകാർ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ആ കടയിലോട്ടൊക്കെ ആ വീട്ടുകാർ പോകുമ്പോൾ ഈ പൂച്ച അവരുടെ കൂടെയൊക്കെ വരുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ റോഡിൽ അവർ കടയിൽ പോയിട്ട് സാധനം മേടിക്കുന്നതും കാത്ത് ആ റോഡിൻ്റെ സൈഡിൽ മാറിയിരിക്കും. എന്നിട്ട് അവർ തിരികെ പോകുമ്പോൾ ഈ പൂച്ച അവരുടെ പുറകെ ഓടിപ്പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നൊരു വേറെ രീതിയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ ഷേപ്പൊക്കെ മാറി ഒരു പ്രത്യേക രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ നല്ല സ്നേഹത്തിലാണ്
നടക്കുന്നത്. പക്ഷേ ഇത് രാവിലെ നമ്മുടെ വീട്ടിലോട്ട് വരും, ആഹാരം നമ്മൾ കൊടുക്കും, നല്ല രീതിയിൽ ആഹാരം കഴിക്കും. നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കും. എന്നിട്ട് ഇന്ന് നല്ല സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തനിയെ എഴുന്നേറ്റൊക്കെ അങ്ങ് പോകും. പക്ഷേ ഈ പൂച്ചയാണെങ്കിൽ കിളികളെ ഒന്നും പിടിക്കാറില്ല കേട്ടോ. ചില പൂച്ചകളൊക്കെ ആണെങ്കിൽ കിളികളെയൊക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിളികളെയും അണ്ണാനെയും ഒക്കെ പിടിക്കും. പിന്നെ വേറെ പൂച്ചകളുമായിട്ട് അടിയിടും. ഈ പൂച്ചയ്ക്ക് ആ സ്വഭാവമൊന്നുമില്ല കേട്ടോ. വേറെ പൂച്ചകളെ കാണുമ്പോൾ പമ്മി മാറി എന്നിരിക്കും, അടിയിടാനൊന്നും നിൽക്കില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ് ഈ പൂച്ചയ്ക്ക്. മറ്റുള്ള ജീവികളെ ഒന്നും ഉപദ്രവിക്കാറില്ല ഈ പൂച്ച. ഈ പൂച്ചയുടെ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നങ്ങ് നടന്നൊക്കെ പോകും. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് എടുക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമല്ലേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പൂച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് ആ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് നടന്ന് പോകുന്നത് കാണാം. പിന്നെ അത് നമുക്കറിയാം, പിറ്റേന്നാകുമ്പോഴത് ഇവിടെ എത്തിയിരിക്കും. പിറ്റേന്ന് അതുപോലെ അത് പതുക്കെ നടന്നിങ്ങനെ വരും. ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഈ കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.